നമസ്കാരം. പലതരം തട്ടിപ്പുകളിൽ അകപ്പെട്ട് സ്വർണവും പണവും നഷ്ടപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ മുന്നറിയിപ്പുകൾ ലഭിച്ചാലും അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും കബളിപ്പിക്കപ്പെടുന്നത്. അത്തരത്തിൽ അടൂരിൽ നിന്നും ഒരു വാർത്തയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. താൻ വേളാങ്കണ്ണി മാതാവിന്റെ പ്രതിരൂപമാണെന്നും പറഞ്ഞ് വയോധിക ദമ്പതികളെ വിശ്വസിപ്പിച്ച ശേഷം 57-കാരി പണവും സ്വർണ്ണാഭരണങ്ങളും വളരെ വിദഗ്ധമായി തട്ടിയെടുത്തു. പിന്നാലെ തട്ടിപ്പ് നടത്തിയ സ്ത്രീയെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിക്കൽ ആനയടി തെങ്ങാമം തോട്ടുവ തുളസി ഭവനം വീട്ടിൽ തുളസിയാണ് പോലീസിന്റെ വ്യാപക അന്വേഷണത്തിൽ കുടുങ്ങിയത്. ഏനാത്ത് കടമ്പനാട് വടക്ക് ചുമടുതാങ്ങി ഒറ്റത്തെങ്ങ് പുത്തൻ വീട്ടിൽ ലീലാമ്മ എന്ന 74-കാരിയാണ് പ്രതിയുടെ വാക്വിലാസത്തിൽ കബളിപ്പിക്കപ്പെട്ടത്. ഭർത്താവിനും മരുമക്കൾക്കും അപകടം സംഭവിക്കാൻ പോകുന്നുവെന്നാണ് ഇവർ ലീലാമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ജൂലൈ 10 രാവിലെ 9:30 സംഭവം. ലീലാമ്മയും ഭർത്താവ് തങ്കച്ചനും താമസിക്കുന്ന വീട്ടിലെത്തിയ സ്ത്രീ അവിടുത്തെ അവസ്ഥകളും പഴയ കാര്യങ്ങളും പറഞ്ഞ് ഇവരെ വീഴ്ത്തുകയായിരുന്നു. തങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി പറയുന്നത് കേട്ട് ഇവർ അത്ഭുതപ്പെട്ടു. ദമ്പതികളുടെ 3 പെൺമക്കൾ കുടുംബവുമായി വേറെ താമസിക്കുകയാണ്. തങ്കച്ചനും തങ്ങളുടെ മരുമക്കൾക്കും ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നും പ്രാർത്ഥനയും വഴിപാടുകളും നടത്തണമെന്നും പറഞ്ഞ് ഇരുവരെയും പേടിപ്പിച്ചു. അപകടം ഒഴിവാക്കണമെങ്കിൽ 51 പേർക്ക് ഊണ് കൊടുക്കണമെന്ന് പറഞ്ഞ് 5000 രൂപ ആദ്യം കൈക്കലാക്കി. പൈസ ഇല്ലെന്ന് ലീലാമ്മ അറിയിച്ചപ്പോൾ കൊന്ത ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്നും ഹാളിലേക്ക് കയറി സെറ്റിയിലിരുന്നു. പണം തൊട്ടപ്പുറത്തെ മുറിയിലെ അലമാരയിൽ ഉണ്ടെന്ന് പറഞ്ഞു. മാതാവിന്റെ അത്ഭുത സിദ്ധിയിൽ വീണുപോയ വീട്ടമ്മ 5000 രൂപ അവിടെ നിന്നും എടുത്തു കൊടുത്തു. ഈ തുക കൊണ്ട് മാത്രം ആപത്ത് മാറില്ല എന്ന് പറഞ്ഞ തുളസി കൊന്തമാല ഉയർത്തി സ്വന്തം നെഞ്ചത്തടിക്കാനും വയോധികയെ നോക്കി പ്രാർത്ഥിക്കാനും തുടങ്ങി. തുടർന്ന് സ്വർണ്ണാഭരണം ആവശ്യപ്പെടുകയായിരുന്നു. ഭയന്നുപോയ ലീലാമ്മ കയ്യിലെ 1.25 പവൻ വരുന്ന സ്വർണ്ണവളയും 1/2 പവൻ വരുന്ന 3 മോതിരങ്ങളും 2 ഗ്രാം സ്വർണ്ണ നാണയവും ഉൾപ്പെടെ 3 പവൻ സ്വർണ്ണാഭരണങ്ങൾ പ്രതിക്ക് കൈമാറുകയായിരുന്നു. പ്രാർത്ഥിച്ച ശേഷം തിങ്കളാഴ്ച തിരികെ നൽകാമെന്ന് പറഞ്ഞ് ഇവർ സ്ഥലം വിടുകയും ചെയ്തു. വരുമ്പോൾ തനിക്ക് ഭക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഇവർ പോയി കഴിഞ്ഞാണ് കബളിപ്പിക്കപ്പെട്ട വിവരം ലീലാമ്മ തിരിച്ചറിയുന്നത്. ഇവർ പരാതിയുമായി ഏനാത്ത് പോലീസിൽ എത്തി. ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. സ്ത്രീ വന്നു പോയതിനു ശേഷം മയക്കത്തിലായെന്നും ബോധം വന്നപ്പോൾ പോലീസിനെ അറിയിക്കുകയായിരുന്നുവെന്നും ലീലാമ്മ പറഞ്ഞു. പ്രതിയെ വീട്ടിൽ നിന്നും മണിക്കൂറുകൾക്കകം കസ്റ്റഡിയിലെടുത്തു. വയോധികയ്ക്കാകെ 2,15,000 രൂപയുടെ നഷ്ടമുണ്ടായി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ പിങ്ക് പെട്രോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ASI റഷീദ, SPO ജലജ എന്നിവരുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലേക്ക് മാറ്റി. ഇവരുടെ കയ്യിൽ നിന്നും സ്വർണം പോലീസ് കണ്ടെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസ് സംഘത്തിൽ SIR ശ്രീകുമാർ, SPOമാരായ കലേഷ്, സുനിൽ, CPO അനൂപ് എന്നിവരാണ് ഉണ്ടായിരുന്നത്.